നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് സി പ്രോഗ്രാമിംഗിലെ ഫസ്റ്റ് മൊഡ്യൂൾ ആണ്. സോ ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് എന്താണ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ, അതിന്റെ ആർക്കിടെക്ചർ എന്താണ്, അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങളും അങ്ങനെ കുറച്ച് ഫണ്ടമെന്റൽസ് ആയിട്ട് നമ്മൾ ജസ്റ്റ് കമ്പ്യൂട്ടറിനെ പറ്റി എന്തൊക്കെയാണ് അറിഞ്ഞിരിക്കുന്നത് അതൊക്കെ എന്ന് പറഞ്ഞതിന് ശേഷം നമ്മൾ പയ്യെ പ്രോഗ്രാമിന്റെ കമ്പോണൻസിലേക്കും കാര്യങ്ങളിലേക്കും ഒക്കെ പോയി നമ്മൾ ലാസ്റ്റ് ആയിട്ട് സി പ്രോഗ്രാമിംഗിലേക്ക് കടക്കും. സോ ആദ്യം എന്താ ഡെഫിനേഷൻ ഓഫ് എ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടർ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ, ഒരു ഇലക്ട്രോണിക് ഡിവൈസ് അല്ലെ. അത് എന്ത് ചെയ്യും, ഒരു റോ ഡേറ്റയെ ഇൻപുട്ട് ആയിട്ട് എടുത്തിട്ട് അതിനെ പ്രോസസ് ചെയ്യും. ചിലപ്പോൾ ഒരു പ്രോഗ്രാം കൺട്രോളിന്റെ ബേസിസിലായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ പ്രീ ഡിഫൈൻഡ് ആയിട്ട് ചിലപ്പോൾ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് അതിൽ ഫീഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. സോ അതിന്റെ ബേസിസിൽ ആ കിട്ടുന്ന റോ ഡേറ്റ അത് എന്ത് ചെയ്യും, പ്രോസസ് ചെയ്യും. ആൻഡ് നമുക്ക് എന്ത് വരും, ഒരു ഔട്ട്പുട്ട് തരും. ഇങ്ങനെ തരുന്ന ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ആണ് കമ്പ്യൂട്ടർ. നമുക്ക് വേണമെങ്കിൽ സിമ്പിൾ ടേംസിൽ പറയാൻ പറ്റും. സോ അതിന്റെ ബേസിക് കമ്പോണൻസ് ഓഫ് എ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്, ഒരു ഇൻപുട്ട് യൂണിറ്റ് ഉണ്ടാവും അല്ലെ. നമുക്ക് ഡേറ്റ ഫീഡ് ചെയ്യാൻ വേണ്ടി ഡിവൈസസിലേക്ക്, നമുക്ക് ഡേറ്റ കമ്പ്യൂട്ടറിലേക്ക് എടുക്കാൻ വേണ്ടി നമുക്ക് എന്ത് വേണം, കുറച്ച് ഇൻപുട്ട് ആയിട്ടുള്ള ഡിവൈസസ് വേണം. അതാണ് നമ്മുടെ കീബോർഡ്, മൗസ്, സ്കാനർ എന്നൊക്കെ പറയുന്നത്. ഇപ്പൊ നമുക്ക് രണ്ട് നമ്പർ ആഡ് ചെയ്യേണ്ട നമ്പേഴ്സ് ഏതൊക്കെയാന്നുള്ളത് യൂസറിൽ നമുക്ക് ഇൻപുട്ട് വാങ്ങിക്കണമല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, കീബോർഡ് യൂസ് ചെയ്തിട്ട് ആ വേണ്ട രണ്ട് നമ്പേഴ്സ് എന്ത് ചെയ്ത് കൊടുക്കും, എൻ്റർ ചെയ്ത് കൊടുക്കും അല്ലെ. സോ ഇൻപുട്ട് ആയിട്ടുള്ള കുറച്ച് ഡിവൈസസ് ഉണ്ടാവും. പിന്നെ എന്താ, ഇപ്പൊ ഞാൻ രണ്ട് നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്തു, അത് അത് എന്ത് ചെയ്തു, നമ്മുടെ കമ്പ്യൂട്ടർ പ്രോസസ് ചെയ്തിട്ട് അതിന്റെ ഔട്ട്പുട്ട് നമുക്ക് തിരിച്ചു കാണിക്കാൻ നമുക്ക് കാണണ്ടേ. സോ അതിന് വേണ്ടിയിട്ട് എന്താണ്, നമുക്ക് കുറച്ച് ഔട്ട്പുട്ട് യൂണിറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഡിവൈസസ് ഉണ്ട് അല്ലെ, നമ്മുടെ റിസൾട്ട് പ്രിന്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടി. അതിപ്പോ ഒന്നെങ്കിൽ മോണിറ്റർ ആകാം, അല്ലെങ്കിൽ പ്രിന്റർ ആകാം. അങ്ങനെ ഒരുപാട് ഔട്ട്പുട്ട് ഡിവൈസസ് ഒക്കെ ആയിട്ട് നമ്മൾ ചെറിയ ക്ലാസ് തൊട്ടേ അതൊക്കെ പഠിച്ചിട്ടൊക്കെ ഉള്ളതാണ്. പിന്നെ എന്തുണ്ട്, ഒരു സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് ഉണ്ട് അല്ലെ, ഒരു CPU ഉണ്ട്. അതാണ് എന്ത്, നമ്മുടെ കമ്പ്യൂട്ടറിന്റെ ബ്രെയിൻ എന്ന് പറയുന്നത്. സോ നമ്മുടെ CPU ആണ് എന്ത് ചെയ്യുന്നത്, ഇപ്പൊ ഞാൻ രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ രണ്ട് നമ്പേഴ്സ് നമ്മൾ എങ്ങനെയാണ് ആഡ് ചെയ്യേണ്ടത്, അതിന്റെ പുറകെ നടക്കേണ്ട പ്രോസസ് എന്താണ്, അതൊക്കെ ചിന്തിക്കുന്ന ആരാണ്, നമ്മുടെ CPU അല്ലെ. സോ നമ്മുടെ CPU അതൊക്കെ ചിന്തിച്ച് പ്രോസസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ഔട്ട്പുട്ട് വരുന്നത്. പിന്നെ ഇപ്പൊ എന്താണ്, എനിക്ക് ഈ റിസൾട്ട് എന്ത് ചെയ്ത് വെക്കണം, എനിക്ക് ഇവിടെ നിന്ന് സ്റ്റോർ ചെയ്ത് വെക്കണമായിരിക്കും അല്ലെ. ഇപ്പൊ ഞാനിപ്പോ യൂസറിന്റെ നിന്ന് രണ്ട് നമ്പർ എടുത്തു, 1ഉം 2ഉം എടുത്തു, അത് തമ്മിൽ ആഡ് ചെയ്യണം. അപ്പൊ ആ യൂസറിന് എടുത്ത ആ നമ്പർ താൽക്കാലികമായിട്ട് അല്ലെങ്കിൽ പെർമനന്റ് ആയിട്ട് എനിക്ക് എവിടെയെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് എനിക്ക് എന്തും കൂടെ വേണം, ഒരു മെമ്മറി യൂണിറ്റ് കൂടെ വേണം. സോ ഈ 4 കാര്യങ്ങളാണ് നമ്മുടെ ബേസിക് കമ്പ്യൂട്ടറിന്റെ കമ്പോണൻസ് എന്ന് പറയുന്നത്. ഒരു ഇൻപുട്ട് യൂണിറ്റ് ഉണ്ടാവും, ഒരു ഔട്ട്പുട്ട് യൂണിറ്റ് ഉണ്ടാവും, പിന്നെ ഒരു CPU, പിന്നെ ഒരു മെമ്മറി യൂണിറ്റ് ഉണ്ടാവും. സോ നമുക്ക് അത് ഓരോന്നും ജസ്റ്റ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ജസ്റ്റ് പെട്ടെന്ന് പറഞ്ഞു പോവാം. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ CPU, നമ്മുടെ സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് അല്ലെ, നമ്മുടെ കമ്പ്യൂട്ടറിന്റെ ബ്രെയിൻ എന്ന് നമ്മൾ പറയുന്നത്. സോ അത് ആദ്യം ചെയ്യുന്നത് എന്താണ്, നമ്മൾ അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ് എന്ന് നമ്മൾ അതിനെ വിളിക്കുക. കാരണം എന്താണ്, നമ്മുടെ കാൽക്കുലേഷൻസും നമ്മുടെ ലോജിക്കൽ ഓപ്പറേഷൻസും ഒക്കെ പെർഫോം ചെയ്യുന്നത് നമ്മുടെ CPU ആണ്. ഇപ്പൊ എനിക്ക് 5ഉം 10ഉം കൂടെ ആഡ് ചെയ്യണം, അല്ലെങ്കിൽ 100നെ 15 കൊണ്ട് എനിക്ക് ഡിവൈഡ് ചെയ്യണം. സോ അങ്ങനത്തെ എന്തായിക്കോട്ടെ, അരിത്തമെറ്റിക്കൽ ആയിട്ടുള്ള കാൽക്കുലേഷൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ലോജിക്കൽ ഓപ്പറേഷൻസ് ഒക്കെ ഉണ്ട്, അതൊക്കെ എന്തൊക്കെയാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നുണ്ട്. സോ അങ്ങനത്തെ കോംപ്ലക്സ് ആയിട്ടുള്ള കാൽക്കുലേഷൻസും ഓപ്പറേഷൻസും എല്ലാം പെർഫോം ചെയ്യുന്ന ആരാണ്, നമ്മുടെ CPU ആണ്. സോ അതിന് നമ്മൾ എന്തെന്നൂടെ വിളിക്കും, അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ് ആണ്. CPUനകത്ത് അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ് ആണ് ഇതെല്ലാം പെർഫോം ചെയ്യുന്നത്. പിന്നെ നമ്മുടെ CPUനകത്ത് ആരുണ്ട്, കുറച്ച് കൺട്രോൾ യൂണിറ്റ് ഉണ്ട് അല്ലെ, CU. അതെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, എക്സിക്യൂഷന്റെ ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ ആ ഒരു ഡേറ്റ ഫ്ലോ മാനേജ് ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു കൺട്രോൾ യൂണിറ്റ് ആയിരിക്കും. ഏത് ഇൻസ്ട്രക്ഷനിനെ ഏതാണ് ഇനി എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. ഇപ്പൊ ഞാനൊരു 10 ഓപ്പറേഷൻസ് കൊടുത്തു, അപ്പൊ ഏത് ഓപ്പറേഷന് ശേഷം അടുത്തത് ഏതാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ ഡിസൈഡ് ചെയ്യുന്നത് നമ്മുടെ കൺട്രോൾ യൂണിറ്റ് ആണ്. പിന്നെ നമുക്കകത്ത് കുറച്ച് രജിസ്റ്റേഴ്സ് ഉണ്ട്. രജിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് മെമ്മറി യൂണിറ്റ്സ് ആണ്. അതൊക്കെ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാനാണ്, നമുക്ക് പെട്ടെന്ന് നമുക്കിത് കുറച്ച് ഡേറ്റ താൽക്കാലികമായിട്ട് സേവ് ചെയ്ത് വെക്കാം. എനിക്ക് പെട്ടെന്ന് എടുക്കേണ്ടതുള്ളത് താൽക്കാലികമായിട്ട് എനിക്ക് അങ്ങോട്ടേക്ക് സേവ് ചെയ്ത് വെക്കാം. പക്ഷെ എനിക്ക് ഫാസ്റ്റ് ആയിട്ട് എനിക്ക് പെട്ടെന്ന് ആ ഡേറ്റ എനിക്ക് എടുക്കുകയും ചെയ്യണം. അങ്ങനെയാണ് ഞാൻ സേവ് ചെയ്ത് വെക്കാൻ പോകുന്ന രജിസ്റ്റേഴ്സിലാണ്. രജിസ്റ്ററിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. സോ പിന്നീട് നമുക്കത് നോക്കാം. ഇത് നമുക്കിനി എന്തുണ്ട്, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് ഉണ്ട് അല്ലെ. ഞാൻ പറഞ്ഞല്ലോ, ഇൻപുട്ട് ഡിവൈസസ് നമുക്ക് യൂസറിൽ നിന്ന് ഡേറ്റ കളക്ട് ചെയ്യാനായിട്ട്, അതിപ്പോ ഏത് ടൈപ്പിലുള്ളതും ആകാം അല്ലെ. ഇപ്പം കീബോർഡ്, മൗസ്, സ്കാനർ, മൈക്രോഫോൺ എല്ലാം നമ്മുടെ ഇൻപുട്ട് ഡിവൈസസ് ആണ്. പിന്നെ നമ്മുടെ എന്താണ്, നമ്മൾ കൊടുക്കുന്ന ആ ഒരു ഇൻപുട്ടിന് നമുക്ക് ഔട്ട്പുട്ട് നമുക്ക് കാണണം അല്ലേ. സോ അത് കാണിക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് ഔട്ട്പുട്ട് ഡിവൈസസും ഉണ്ട്, നമ്മുടെ മോണിറ്റർ, പ്രിന്റർ, സ്പീക്കർ എന്നൊക്കെ പറയുന്നത്. പിന്നെ നമ്മുടെ മെമ്മറി യൂണിറ്റ് എന്ന് പറയുന്നത് 2 ടൈപ്പാണുള്ളത്. ഒന്ന് എന്താണ്, പ്രൈമറി മെമ്മറി, പിന്നെ ഒന്ന് സെക്കൻഡറി മെമ്മറി. സോ പ്രൈമറി മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രൈമറി ആയിട്ടുള്ള മെമ്മറിയാണ്. അതാണ് ആ ഒരു വേർഡ് കൊണ്ട് തന്നെ ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ട് അല്ലെ. നമുക്ക് ആദ്യം ആക്സസിബിൾ ആയിട്ടുള്ള, ആദ്യം നമ്മളെല്ലാം കൊണ്ടുപോയി സ്റ്റോർ ചെയ്ത് വെക്കുന്ന നമുക്ക് പറ്റുന്ന മെമ്മറിയാണ് നമ്മുടെ പ്രൈമറി മെമ്മറി. അതെന്താണ്, ഫാസ്റ്റും വോളറ്റൈലും ആണ്. വോളറ്റൈലും ആകാം, നോൺ വോളറ്റൈലും ആകാം. അതായത് വോളറ്റൈലും നോൺ വോളറ്റൈലും കൊണ്ട് ഉദ്ദേശിക്കുന്നത്
ഇപ്പൊ റാം ആണെങ്കിൽ നമ്മൾ സിസ്റ്റം ഓഫ് ആയി പോകുമ്പോഴത്തേക്ക് നമ്മൾ സേവ് ചെയ്തിട്ടില്ലെങ്കിൽ ആ ഡേറ്റ എല്ലാം ലോസ്റ്റ് ആയി പോകും. പക്ഷെ ഇപ്പൊ റോം ആണെങ്കിൽ നമ്മൾ സിസ്റ്റം ഓഫ് ആയി പോയാലും ആ ഡേറ്റ പെർമനന്റ് ആയിട്ട് സേവ് ആയിട്ടുണ്ടാവും. സോ പ്രൈമറി മെമ്മറി നമ്മുടെ ഫസ്റ്റ് മെമ്മറി റിസർവ് ആയതുകൊണ്ട് അതിൽ നിന്ന് നമുക്ക് സേവ് ചെയ്ത് വെച്ചേക്കുന്ന ഡേറ്റ റിട്രീവ് ചെയ്യാന്നുള്ളത് ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് പെട്ടെന്ന് നമുക്ക് നടക്കും. പിന്നെ നമുക്ക് എന്തുണ്ട്, സെക്കൻഡറി മെമ്മറി ഉണ്ട് അല്ലെ. സെക്കൻഡറി മെമ്മറി നമ്മൾ അഡീഷണൽ ആയിട്ട് നമുക്ക് കുറച്ചുകൂടെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു സെക്കൻഡറി മെമ്മറി കൂടെ നമ്മൾ കൊടുക്കുന്നുണ്ടാവും. അതെന്തായിരിക്കും, പെർമനന്റ് സ്റ്റോറേജ് മീഡിയം ആയിരിക്കും. അതിപ്പോ നമ്മൾ അഡീഷണൽ ആയിട്ട് കൊടുക്കുന്നത് അല്ലെ. അപ്പൊ അതൊന്ന് ഹാർഡ് ഡിസ്ക് ആകാം, നമ്മുടെ USB ആകാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആകാം. ഓക്കെ, ഇത്രയും ഓക്കെ ആണോ മോൾ? ഓക്കെ ആണ് മിസ്. നമുക്കപ്പോ ഒരു കുറച്ച് MCQ ക്വസ്റ്റ്യൻസ് നോക്കാവേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്, വിച്ച് കമ്പോണന്റ് ഈസ് നോൺ ആസ് ദ ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ? നമ്മുടെ കമ്പ്യൂട്ടറിന്റെ ബ്രെയിൻ എന്ന് നമ്മൾ വിളിക്കുന്നത് ആരെയാ? CPU. CPU. സോ നമ്മുടെ ഫസ്റ്റിന്റെ ആൻസർ എന്ന് പറയുന്നത് ബി ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ദ കൺട്രോൾ യൂണിറ്റ് ഇൻ ദ CPU? CPUലെ കൺട്രോൾ യൂണിറ്റിന്റെ ഫംഗ്ഷൻ എന്താണെന്നായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നേ? ഓർമ്മയുണ്ടോ? പെർഫോംസ് അരിത്തമെറ്റിക് ഓപ്പറേഷൻ ആണ്. അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നത് നമ്മുടെ ALU ആണ്. നമ്മൾ പറഞ്ഞായിരുന്നു അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ്സ്. നമുക്ക് CPUവിനകത്ത് 3 സാധനങ്ങളുണ്ട്, ALU ഉണ്ട്, CU ഉണ്ട്, രജിസ്റ്റേഴ്സ് ഉണ്ട്. നമ്മുടെ അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നത് അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ് ആണ്. നമ്മുടെ കൺട്രോൾ യൂണിറ്റ് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷനെ മാനേജ് ചെയ്യും, അല്ലെങ്കിൽ ഡേറ്റ ഫ്ലോയിനെ മാനേജ് ചെയ്യുന്ന ആളാണ് നമ്മുടെ ആരെന്ന് പറയുന്നത് കൺട്രോൾ യൂണിറ്റ്. അതായത് ഇപ്പൊ നമുക്കൊരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാനായിട്ടുണ്ട്. സോ ഒരു ഇൻസ്ട്രക്ഷന് ശേഷം അടുത്തത് ആരെ എക്സിക്യൂട്ട് ചെയ്യണം, അടുത്തത് ആരിലേക്കാണ് കൺട്രോൾ പോവേണ്ടത്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് നമ്മുടെ കൺട്രോൾ യൂണിറ്റ് ആണ്. സോ നമ്മുടെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഓക്കെ, ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ആൻ ഇൻപുട്ട് ഡിവൈസ്? അതിനകത്ത് ഇൻപുട്ട് ഡിവൈസ് അല്ലാത്ത ഏത് ഡിവൈസ് ആ ഉള്ളത്? ഏതാ? ഓക്കെ, പ്രിന്റർ ആണ്. നമുക്കറിയാലോ കീബോർഡും മൗസും സ്കാനറും എന്ന് പറയുന്നത് നമ്മുടെ ഇൻപുട്ട് ഡിവൈസസ് ആണ്. സോ ഇൻപുട്ട് ഡിവൈസ് അല്ലാത്തത് എന്താണ്? പ്രിന്റർ ആണ് അല്ലെ, നമ്മുടെ ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഇനി വിച്ച് രജിസ്റ്റർ ഹോൾസ് ദ അഡ്രസ് ഓഫ് ദ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ടു ബി എക്സിക്യൂട്ടഡ്? അത് നമ്മൾ രജിസ്റ്ററിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ മുമ്പ് ഈ ക്വസ്റ്റ്യൻ വന്നേ ഉള്ളൂ. അത് നമ്മുടെ പ്രോഗ്രാം കൗണ്ടർ ആണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ രജിസ്റ്ററിനകത്ത് 2 പേരുണ്ട്, അക്യുമുലേറ്റർ ഉണ്ട്, പ്രോഗ്രാം കൗണ്ടർ ഉണ്ട്. ഞാൻ പറഞ്ഞ രജിസ്റ്റർ എന്ന് പറയുന്നത് ജസ്റ്റ് നമുക്ക് ഡേറ്റ പെട്ടെന്ന് സേവ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സാധനം. അപ്പൊ അതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ ഇത് മനസ്സിലാവും. ആ ഒരു ക്വസ്റ്റ്യൻ ജസ്റ്റ് അതിന് മുകളിൽ വന്നു പോയതേ ഉള്ളേ. ഇനി വിച്ച് പാർട്ട് ഓഫ് ദ CPU പെർഫോംസ് ലോജിക്കൽ ഓപ്പറേഷൻസ് ലൈക്ക് ആൻഡ് ഓർ നോട്ട്? പറഞ്ഞത് ലോജിക്കൽ ഓപ്പറേഷൻസ്, നമ്മുടെ അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് അല്ല, നമ്മുടെ അഡീഷൻ സബ്ട്രാക്ഷൻ അങ്ങനത്തെ പോലത്തെ അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ആണെങ്കിലും നമ്മുടെ ലോജിക്കൽ ഓപ്പറേഷൻസ് ആണെങ്കിലും ആരെതെല്ലാം ഹാൻഡിൽ ചെയ്യുന്നത്? നമ്മുടെ ALU. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. നമുക്ക് മെമ്മറി ഹൈറാക്കി നോക്കാം. അതിനകത്തേക്ക് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഓരോ മെമ്മറീസിനെ പറ്റി നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്? രജിസ്റ്റർ ആണ്. സോ രജിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാസ്റ്റസ്റ്റ് മെമ്മറി ആണ്. ഓക്കെ, നമ്മളിപ്പോ ഒരു എക്സിക്യൂഷൻ നടത്തിക്കൊണ്ടിരിക്കുക. അപ്പൊ എനിക്ക് കുറച്ച് ഡേറ്റ എനിക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ വേണ്ടി എനിക്ക് എവിടെയെങ്കിലും ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കണം. ഈ രജിസ്റ്റേഴ്സിനകത്തോട്ടായിരിക്കും സ്റ്റോർ ചെയ്ത് വെക്കും. രജിസ്റ്ററിന്റെ സ്റ്റോറേജ് ഒക്കെ ഭയങ്കര കുറവായിരിക്കും. നമ്മളത് പെർമനന്റ് ആയിട്ട് സ്റ്റോർ ചെയ്യല്ലോ. ഇപ്പൊ ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുക, അതിൽ കുറച്ച് ഡേറ്റ ഉണ്ട്, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇപ്പോഴും എനിക്ക് ആവശ്യമുള്ള ഡേറ്റ. അപ്പൊ നമ്മൾ പ്രൈമറി മെമ്മറിയിലേക്കോ സെക്കൻഡറി മെമ്മറിയിലേക്കോ കൊണ്ട് സേവ് ചെയ്ത് വെക്കുവാണെങ്കിൽ അവിടെ നിന്ന് ആ ഡേറ്റ റിട്രീവ് ചെയ്യാൻ കുറെ കൂടെ സമയം എടുക്കും. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, രജിസ്റ്റേഴ്സിലേക്ക് ഞാൻ സേവ് ചെയ്ത് വെക്കും. രജിസ്റ്ററിലേക്ക് സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ഡേറ്റ എനിക്ക് മെമ്മറിയിൽ നിന്ന് ഫെച്ച് ചെയ്യാനും എനിക്ക് പെട്ടെന്ന് ആ ഒരു എക്സിക്യൂഷൻ എന്താണോ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ പെട്ടെന്ന് ചെയ്തു പോകാനും പറ്റും. അതാണ് രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ കൂടുതലായിട്ട് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ രജിസ്റ്ററിനകത്ത് സൈസ് ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് 2 ടൈപ്പ് ഓഫ് രജിസ്റ്റേഴ്സ് ഒരുപാട് ടൈപ്പ് ഉണ്ട്. അതിന്റെ ഫംഗ്ഷനിങ് അനുസരിച്ച് നമുക്ക് മെയിൻലി 2 രജിസ്റ്ററിനെ പറ്റിയാണ് പറയാനുള്ളത്. ഒന്ന് അക്യുമുലേറ്ററും പിന്നെ ഒന്ന് പ്രോഗ്രാം കൗണ്ടറുമാണ്. സോ അക്യുമുലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പ്രോസസ്സറിനകത്തും ഉണ്ടാവുന്ന ഒരു മെയിൻ ആയിട്ടുള്ള ഒരു രജിസ്റ്റർ തന്നെയാണ്. അത് മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അരിത്തമെറ്റിക് ഓപ്പറേഷനിലെ ഓപ്പറാൻഡിനെ സേവ് ചെയ്യാനായിട്ടാണ്. ഓപ്പറാൻഡ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ A+Bയിലെ പ്ലസ് എന്ന് പറയുന്നതായിരിക്കും നമ്മുടെ എന്തെന്ന് പറയുന്നത് നമ്മുടെ A+Bയിലെ എയും ബിയും ആയിരിക്കും നമ്മുടെ എന്തെന്ന് പറയുന്നത് ഓപ്പറാൻഡും, പ്ലസ് ആയിരിക്കും നമ്മുടെ ഓപ്പറേറ്റർ എന്ന് പറയും. നമുക്ക് 5+3 എനിക്ക് ചെയ്യണം.
അപ്പൊ 5 3 എന്ന് പറഞ്ഞാൽ എന്താണ്? എന്റെ ഓപ്പറാൻഡ് ആണ്. സോ അത് എവിടെയെങ്കിലും എനിക്ക് സേവ് ചെയ്ത് വെച്ചാലല്ലേ എനിക്ക് അത് പെർഫോം ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. സോ അങ്ങനത്തെ ഒരു അരിത്തമെറ്റിക് ഓപ്പറേഷനിലെ ഓപ്പറാൻഡിനെയൊക്കെ സേവ് ചെയ്ത് വെക്കണമെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്നത് അക്യുമുലേറ്റർ എന്ന് പറയുന്ന രജിസ്റ്റർ നെയിം. ഇനി അതല്ല, ഇത് ഞങ്ങൾക്ക് രണ്ടാമതൊരു മെയിൻ ആയിട്ട് രജിസ്റ്റർ ഉള്ളതാണ് പ്രോഗ്രാം കൗണ്ടർ. പ്രോഗ്രാം കൗണ്ടർ സ്റ്റോർ ചെയ്യുന്നത് നെക്സ്റ്റ് ചെയ്തായിട്ട് ഏത് ഇൻസ്ട്രക്ഷൻ ആണ് അടുത്ത് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് അതിന്റെ അഡ്രസ് അത് സ്റ്റോർ ചെയ്ത് വെക്കും. ഇപ്പൊ ഞാനൊരു ഇൻസ്ട്രക്ഷൻസ് ഞാൻ എക്സിക്യൂട്ട് ചെയ്തു, ഇനി അടുത്തത് ഏതാ എക്സിക്യൂട്ട് ചെയ്യേണ്ടത് എന്ന് എനിക്ക് അറിയത്തില്ലല്ലോ. അപ്പൊ നമ്മൾ ഈ പ്രോഗ്രാം കൗണ്ടറിൽ കൊണ്ടുപോയി സേവ് ചെയ്ത് വെക്കും. അടുത്ത് എക്സിക്യൂട്ട് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷന്റെ അഡ്രസ് എന്താണോ അത് നമ്മൾ അവിടെ കൊണ്ടുപോയി സേവ് ചെയ്ത് വെക്കും. സോ അതാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ പ്രോഗ്രാം കൗണ്ടർ ചെയ്യുന്നത്. പിന്നെ നമുക്ക് അടുത്തായിട്ടുള്ള ഒരു മെമ്മറിയാണ് ക്യാഷ് മെമ്മറി. ക്യാഷ് മെമ്മറി എന്ന് പറഞ്ഞ ഒരു വളരെ സ്മോൾ പീസ് ഓഫ് ഹൈ സ്പീഡ് വോളറ്റൈൽ മെമ്മറിയാണ്. വോളറ്റൈൽ മെമ്മറി എന്ന് പറയാൻ കാരണം ഡേറ്റ നമ്മൾ പെർമനന്റ്ലി സ്റ്റോർ ചെയ്യുന്നില്ല, ജസ്റ്റ് ടെമ്പററി നമ്മുടെ പെട്ടെന്നുള്ള ഒരു പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുപോയി സ്റ്റോർ ചെയ്ത് വെക്കുന്നതേ ഉള്ളൂ. അത് സ്റ്റാറ്റിക് റാം വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഭയങ്കര ഹൈ സ്പീഡ് ആയിരിക്കും നമ്മുടെ ക്യാഷ് മെമ്മറിക്ക്. ഭയങ്കര സ്പീഡിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡേറ്റ ഇതിൽ നിന്ന് റിട്രീവ് ചെയ്യാനും എല്ലാത്തിനും പറ്റും. നമ്മൾ ഈ ക്യാഷ് മെമ്മറി യൂസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മെയിൻ മെമ്മറിയിൽ നിന്ന് ഡേറ്റ ആക്സസ് ചെയ്യാനുള്ള സമയത്തിന്റെ പകുതി പോലും നമുക്ക് എടുക്കത്തില്ല. സോ നമുക്ക് സമയം ഒരുപാട് ലാഭിക്കാനായിട്ട് പറ്റും. അതാണ് നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്യാഷ് മെമ്മറി. പിന്നെ പറഞ്ഞത് നമുക്ക് ഇനി എന്തുണ്ട്? ഒരു പ്രൈമറി മെമ്മറി ഉണ്ട് അല്ലേ? പ്രൈമറി മെമ്മറിയാണ് നമ്മുടെ മെയിൻലി നമ്മൾ എല്ലാ എപ്പോഴും നമ്മുടെ സ്റ്റോറേജുമായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ അസോസിയേറ്റ് ചെയ്താണെന്ന് പറഞ്ഞ ആരാ? നമ്മുടെ പ്രൈമറി മെമ്മറിയാണ് അല്ലേ? നമ്മുടെ പ്രൈമറി മെമ്മറിക്കകത്ത് 3 ടൈപ്പ് ഓഫ് പ്രൈമറി മെമ്മറീസ് ആണ് വരുന്നത്: റാമും, റോമും, സിമോസും. അത് ഓരോന്നും ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സോ റാം എന്താണ്? റാൻഡം ആക്സസ് മെമ്മറി അല്ലേ? റാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോ ഞാനിപ്പോ എന്റെ ഫോണിൽ എന്തെങ്കിലും ചെയ്യാന്ന് വിചാരിച്ചു, കുറച്ച് മൾട്ടിപ്പിൾ ആയിട്ടുള്ള കുറച്ച് ആപ്സ് എന്തായിരിക്കും റൺ ആയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. അപ്പൊ എനിക്ക് താൽക്കാലികമായിട്ട് ആ ഒരു ഡേറ്റ ഒക്കെ എനിക്ക് എവിടെയെങ്കിലും സേവ് ചെയ്യേണ്ടി വരുമല്ലോ. അതാണ് ആര് ചെയ്യുന്നത്? നമ്മുടെ റാം ചെയ്യുന്നത്. നമ്മുടെ ഇപ്പൊ ഇവിടെ മൾട്ടിപ്പിൾ ആയിട്ട് കുറെ ഫയൽസ് ഞാൻ ഇവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ? പക്ഷെ എന്റെ സിസ്റ്റം ഓഫ് ആയി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓൺ ആയി വരുമ്പോഴത്തേക്കൊന്നും ഇവിടെ ഉണ്ടായിരിക്കത്തില്ല. കാരണം ഇതെല്ലാം സേവ് ആയി ഇപ്പൊ താൽക്കാലികമായിട്ട് വെച്ചേക്കുന്നത് എവിടെയാണ്? നമ്മുടെ റാമിലാണ്. സോ റാം വോളറ്റൈലാണ്. ജസ്റ്റ് നമ്മുടെ പവർ ഓഫ് ആയി പോയി കഴിഞ്ഞാൽ ഡേറ്റ എല്ലാം നമുക്ക് എന്തായി പോകും? ലോസ് ആയി പോകും. സോ ഈ റാം എന്ന് പറഞ്ഞ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് ഡി റാമും ഒന്ന് എസ് റാമും. ഡി റാം എന്ന് പറയുമ്പോൾ ഡൈനാമിക് റാം, എസ് റാം എന്ന് പറയുമ്പോൾ സ്റ്റാറ്റിക് റാം. ഇതൊന്നും ഒത്തിരി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനില്ല, അതുകൊണ്ടായിട്ട് ജസ്റ്റ് പറഞ്ഞു പോകുന്നത്. സോ ഡി റാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് അതിന് റിഫ്രഷിങ് ചെയ്തുകൊണ്ടേയിരിക്കണം നമ്മൾ. ഇടയ്ക്കിടയ്ക്ക് അത് റിഫ്രഷ് ആയി കൊണ്ടേയിരിക്കും. സോ ആ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ അതെന്താണ്? കുറച്ചുകൂടി ചീപ്പർ ആയിരിക്കും ആ ഒരു വേർഷൻ എന്ന് പറയുന്നത്. എസ് റാം എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിക് റാം ആണ്, അത് സ്റ്റേബിൾ ആയിരിക്കും. ആൻഡ് അതെന്തായിരിക്കും? ഡി റാമിനെക്കാട്ടി കുറച്ചുകൂടെ ഫാസ്റ്ററും ആയിരിക്കും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് റിഫ്രഷ് ചെയ്യേണ്ട ആവശ്യം അതിന് വരത്തില്ല, പക്ഷെ ആള് കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആണ്. സോ അതായിരുന്നു റാം. ഇനി അടുത്ത് എന്താണ്? റോം. റോം എന്ന് പറയുമ്പോൾ എന്താണ്? റീഡ് ഓൺലി മെമ്മറി. റീഡ് ഓൺലി മെമ്മറി എന്ന് പറയുമ്പോൾ നമ്മുടെ എന്താണ്? പെർമനന്റ് ആയിട്ട് നമ്മുടെ ഡേറ്റ എന്തായിക്കോളും? സേവ് ആയിരുന്നോളും. ഇപ്പൊ നമ്മുടെ പവർ പോയാൽ പോലും അത് എന്താവത്തില്ല? ലോസ് ആവത്തില്ല. നമുക്ക് റോം 3 ടൈപ്പ് ഉണ്ട്: പി റോം, ഇ പ്രോം ആൻഡ് ഡബ്ല്യു പ്രോം. ഈ ഒരു 3 ടൈപ്പ് ഓഫ് റോംസ് ആണുള്ളത്. അത് ജസ്റ്റ് നോക്കി അങ്ങ് പോയിരുന്നാൽ മതി, വലിയ ഇമ്പോർട്ടന്റ് അല്ല. ഇത് പി റോം എന്ന് പറയുമ്പോൾ ഒരു തവണ നമ്മൾ എഴുതിയാൽ മതി, അതെപ്പോഴും അവിടെ സേവ് ചെയ്തിട്ട് തന്നെ ഉണ്ടാവും. ആൻഡ് ഇ പി റോം എന്ന് പറയുമ്പോൾ ഇറേസബിൾ പി റോം ആണ്. എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? യു വി ലൈറ്റ് ഇറേസബിൾ ആണ്. പിന്നെ ഈ ഒരു ഇ പ്രോം എന്ന് പറയുന്നത് അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡേറ്റ റീയൂസബിളിന് പറ്റുന്നതാണ്. സോ അത് ഇല്ലായിട്ട് നോക്കണ്ട. അടുത്തെന്ന് പറയുന്നത് നമ്മുടെ സിമോസ് നമ്മുടെ ഒരു പ്രൈമറി മെമ്മറിയുടെ പാർട്ടായിട്ട് വരുന്നതാണ്. സിമോസ് എന്ന് പറഞ്ഞാൽ കോംപ്ലിമെന്ററി മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ ആണ്. ഇതിനകത്ത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബയോ സെറ്റിംഗ്സ് ഒക്കെ സേവ് ചെയ്ത് വെച്ചേക്കാം. അതായത് സിസ്റ്റത്തിന്റെ ടൈം, ബൂട്ട് ചെയ്യേണ്ട ഓർഡർ, നമ്മുടെ മദർ ബോർഡിൽ നമ്മൾ മെയിൻ ആയിട്ട് നമ്മുടെ കമ്പ്യൂട്ടറിനെ പറ്റി കുറച്ച് സെറ്റിംഗ്സ്, ബേസിക് ആയിട്ട് നമ്മുടെ കമ്പ്യൂട്ടർ റൺ ചെയ്യേണ്ട കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെറ്റിംഗ്സ് ഉണ്ടാവില്ല. അതാണ് നമ്മൾ ബയോ സെറ്റിംഗ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കുന്നത് എവിടെയായിരിക്കും? നമ്മുടെ ഈ സിമോസ് എന്ന് പറയുന്ന ഈ ഒരു മെമ്മറിക്കകത്തായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് ഒരു സ്മോൾ ബാറ്ററി വെച്ചായിരിക്കും അത് പവർ അപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നത്. സോ ഇത്രയാണ് നമ്മുടെ പ്രൈമറി മെമ്മറീസ് ആയിട്ട് വരുന്നത്. അടുത്ത നമ്മുടെ സെക്കൻഡറി മെമ്മറി. സെക്കൻഡറി മെമ്മറി എന്ന് പറയുമ്പോൾ അഡീഷണൽ ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു സ്റ്റോറേജ് മീഡിയം ആണ് അല്ലേ? സോ അതിനകത്ത് എന്തൊക്കെ വരാം? നമ്മുടെ ഹാർഡ് ഡിസ്ക് വരാം, ഫ്ലോപ്പി ഡിസ്ക് വരാം, CD, DVD, ബ്ലൂറേ, പെൻഡ്രൈവ്, ഇതെല്ലാം അതിനകത്ത് വരാം. പിന്നെ ഇത് ചെയ്യാൻ ഒരു സ്പീഡ് വേഴ്സസ് കോസ്റ്റ് വേഴ്സസ് സൈസ് ആ ഒരു രീതിയിൽ കൊടുക്കുന്നത്. രജിസ്റ്റേഴ്സ് ആയിരിക്കും ഏറ്റവും ഫാസ്റ്റ്, അത് കഴിയുമ്പോൾ ക്യാഷ് മെമ്മറി, അത് കഴിയുമ്പോൾ റാം, അത് കഴിഞ്ഞിട്ട് SSD അല്ലെങ്കിൽ HDD പോലത്തെ അഡീഷണൽ ആയിട്ടുള്ള ഹാർഡ്വെയർസ്, പിന്നെ അല്ലതിന് ശേഷമായിരിക്കും നമ്മുടെ ഒപ്റ്റിക്കൽ അല്ലെങ്കിൽ ടേപ്പ് പോലത്തെ സ്റ്റോറേജ് മീഡിയംസ്. ഓക്കെ, നമുക്ക് അതിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്
വിച്ച് മെമ്മറി ടൈപ്പ് ഈസ് വോളറ്റൈൽ. ഇതിൽ ആരാണ് വോളറ്റൈൽ മെമ്മറി ആയിട്ടുള്ളതിനാൽ ചോദിച്ചിരിക്കുന്നത്. വോളറ്റൈൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്പ്യൂട്ടർ ഓഫ് ആയി പോയപ്പോഴത്തേക്ക് ആ ഡേറ്റ നമുക്ക് ലോസ്റ്റ് ആയി പോകും. നമുക്കറിയാം ആരല്ലേ റോമിന്റെ രണ്ടുപേരും എന്താണ് വോളറ്റൈൽ അല്ലെ നോൺ വോളറ്റൈൽ ആണ് നമുക്കറിയാം. ആൻഡ് ഹാർഡ് ഡിസ്കും അതേപോലെ പെർമനന്റ് സ്റ്റോറേജ് അല്ലെ. അപ്പൊ വോളറ്റൈൽ ആയിട്ട് ആരാ ഉള്ളത്? സ്പാം ആണ്. അടുത്ത ക്യാഷ് മെമ്മറി എന്ത് വെച്ചാണ് മെയ്ഡ് ചെയ്തേക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമ്മുടെ ക്യാഷ് മെമ്മറി ആക്ച്വലി എന്താണ് സ്റ്റാറ്റിക് റാം വെച്ചിട്ടാണ് എന്ത് ചെയ്തേക്കുന്നത് മേക്ക് ചെയ്തേക്കുന്നത്. സ്റ്റാറ്റിക് റാമിൽ കുറച്ച് സ്പേസ് എടുത്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് ക്യാഷ് മെമ്മറി ആയിട്ട് യൂസ് ചെയ്ത് നമ്മുടെ പ്രോഗ്രാം എക്സിക്യൂഷന്റെ സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ വിച്ച് മെമ്മറി ഈസ് യൂസ്ഡ് ടു സ്റ്റോർ ബയോ സെറ്റിംഗ്സ്. അവർ മെയിൻ ആയിട്ട് നമ്മുടെ കമ്പ്യൂട്ടർ റൺ ആവുന്ന കുറച്ച് സെറ്റിംഗ്സും കാര്യങ്ങളും ഉണ്ട്. അത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന എവിടെയാണ്? സിമോസിലാണ് നമ്മൾ പറഞ്ഞത്. നെക്സ്റ്റ് അതിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഇനി അടുത്ത നമ്മുടെ ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ സ്ലോവസ്റ്റ് മെമ്മറി. ഏറ്റവും സ്ലോ ആയിട്ട് വർക്ക് ചെയ്യുന്ന മെമ്മറി അനുസരിച്ച് എപ്പോഴും എന്തായിരിക്കും? നമ്മുടെ സെക്കൻഡറി മെമ്മറി ആയ നമ്മുടെ ഹാർഡ് ഡിസ്ക് ആയിരിക്കും. അടുത്ത വിച്ച് മെമ്മറി ടൈപ്പ് ഡസ് നോട്ട് റിക്വയർ റിഫ്രഷിംഗ് ആവശ്യമില്ലാത്ത, നമ്മൾ പറഞ്ഞല്ലോ റാമിനകത്ത് രണ്ട് ടൈപ്പ് ഉണ്ട്, ഡി റാമും എസ് റാമും. അതിനകത്ത് ഒന്നിനും എത്ര റിഫ്രഷിംഗ് ആവശ്യമുണ്ട് അല്ലെ. അതായത് നമ്മൾ ഡി റാം എത്ര റിഫ്രഷ് ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടി വരും, പക്ഷെ എക്സ് റാമിന് അതിന്റെ ആവശ്യമില്ല. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, സോ ഇത്രയായിരുന്നു നമ്മുടെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. അതായത് നമ്മുടെ ഇൻപുട്ട് ഔട്ട്പുട്ട് ആയിട്ടുള്ള ഡിവൈസസ്, അതിന്റെ കമ്പ്യൂട്ടർ, അതിന്റെ കമ്പോണൻസ്, പിന്നെ അതിന്റെ കുറച്ച് മെമ്മറി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പ്രൈമറി മെമ്മറി, സെക്കൻഡറി മെമ്മറി അതൊക്കെ നോക്കാം. ഇനി നമുക്ക് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറും കമ്പ്യൂട്ടർ ഹാർഡ്വെയറും എന്താണെന്ന് നോക്കാം. നമ്മുടെ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറിനകത്ത് എന്താ രണ്ട് സോഫ്റ്റ്വെയർ ഉണ്ട്, സിസ്റ്റം സോഫ്റ്റ്വെയറും ഉണ്ട്, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. സോ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമ്മുടെ ഹാർഡ്വെയറിനെ മാനേജ് ചെയ്യുകയും എന്നിട്ട് എന്ത് ചെയ്യും നമ്മുടെ ആപ്ലിക്കേഷൻസിനൊക്കെ പെർഫോം ചെയ്യാനായിട്ട് ഒരു പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്യുന്ന ആളാണ് നമ്മുടെ സിസ്റ്റം സോഫ്റ്റ്വെയർ. അതിന്റെ എക്സാമ്പിൾ ആണ് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലേ. ഇപ്പൊ നമ്മുടെ ലാപ്പിലൊക്കെ ആണെങ്കിൽ വിൻഡോസ്, ലിനക്സ് അങ്ങനത്തെ ഓരോ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ്. പിന്നെ നമ്മുടെ കമ്പൈലേഴ്സ് ഉണ്ട്. അതിപ്പോ നമുക്കൊരു പ്രോഗ്രാം ഉണ്ടെങ്കിൽ നമ്മൾ കമ്പൈലേഴ്സിനെ പറ്റി ഒരു കൂടുതലായിട്ട് പഠിക്കും. സോ കമ്പൈലേഴ്സ് ഉണ്ട്, നമുക്കൊരു പ്രോഗ്രാമിനെ നമുക്ക് കമ്പൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കമ്പൈലേഴ്സിനെ യൂസ് ചെയ്യും അല്ലേ. സോ അതൊക്കെ എവിടെയാണ്? നമ്മൾ ആരുടെ എക്സാമ്പിൾ ആണ്? നമ്മുടെ സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ എക്സാമ്പിൾ ആണ്. സോ ഇത്രയും മാത്രം ഓർക്കുന്നതാണ് നമ്മുടെ ഹാർഡ്വെയറിനെ മാനേജ് ചെയ്യും, ബാക്കിയുള്ള ആപ്ലിക്കേഷൻസിന് എല്ലാത്തിനെയും ഒരു പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്ന ആളാണ് നമ്മുടെ സിസ്റ്റം സോഫ്റ്റ്വെയർ. പിന്നെ രണ്ടാമത്തെ ആളാരാണ്? നമ്മുടെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ അല്ലേ. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും ഓരോ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഉണ്ട് അല്ലേ. വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം അങ്ങനെയൊക്കെ പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് നമുക്കറിയാം. അതെല്ലാം എന്താ ചെയ്യുന്നത്? ഒരു സ്പെസിഫിക് ടാസ്ക് ആണ് അവർക്ക് എല്ലാവർക്കും ഉള്ളത് അല്ലേ. അപ്പൊ ഓരോന്നിനും ഇപ്പൊ സ്വിഗ്ഗിക്ക് ഒറ്റൊരു ഇതുള്ള ഒരു ഫുഡ് ഡെലിവറിങ് ആപ്പ് അല്ലേ. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്ത് ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ നമ്മൾ ഡെവലപ്പ് ചെയ്യും. അത് തന്നെ. സോ ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് MS വേർഡ്, ഫോട്ടോഷോപ്പ്, ഗെയിംസ്, വെബ് ബ്രൗസേഴ്സ്, ഇതെല്ലാം എന്താണ്? നമ്മുടെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിനകത്ത് വരും. സോ ഇവിടെ രണ്ടുപേരും തമ്മിലുള്ള ഡിഫറൻസ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ത് മെയിൻറ്റെയിൻ ചെയ്യും? സിസ്റ്റത്തിന്റെ റിസോഴ്സസ് മെയിൻറ്റെയിൻ ചെയ്യുകയും നമ്മുടെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിന് റൺ ആകാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യും. പിന്നെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്തിനാണ്? ജസ്റ്റ് ഒരു സ്പെസിഫിക് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നത്. പിന്നെ ലോ ലെവൽ ലാംഗ്വേജും ഹൈ ലെവൽ ലാംഗ്വേജും എന്താന്നുള്ളത് നമ്മൾ പോകെ പഠിക്കും. ലോ ലെവൽ ലാംഗ്വേജ് പറഞ്ഞാൽ നമ്മുടെ മെഷീൻ ലാംഗ്വേജ് ആണ്. സോ നമ്മുടെ ലോ ലെവൽ ലാംഗ്വേജ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ സിസ്റ്റം സോഫ്റ്റ്വെയറിനകത്തും, ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇംഗ്ലീഷ് ലൈക്ക് ലാംഗ്വേജ്, നമ്മുടെ C, ജാവ അതുപോലത്തെ ഒക്കെ. സോ അത് യൂസ് ചെയ്യുന്നത് നമ്മുടെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആയിരിക്കും. സോ ഇതാണ് ജസ്റ്റ് അത് തമ്മിലുള്ള ഒരു ഡിഫറൻസസ്. ഇപ്പൊ നമ്മൾ പറഞ്ഞു തന്നെ ജസ്റ്റ് ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ, ജസ്റ്റ് വായിച്ചു പോയിരുന്നാൽ മതി. നമുക്ക് അതിന്റെ ജസ്റ്റ് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ നോക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് സിസ്റ്റം സോഫ്റ്റ്വെയർ. ഇതിൽ ഏതാണ് നമ്മുടെ സിസ്റ്റം സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾ ആയിട്ട് വന്നിരിക്കുന്നത്? അപ്പൊ നമ്മൾ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആണ് അല്ലേ. സോ എന്താണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്? MS വേർഡും ഫോട്ടോഷോപ്പും ക്രോമും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്പെസിഫിക് ഫംഗ്ഷന് വേണ്ടിയിട്ടുള്ള. അപ്പൊ അതെല്ലാം മൂന്നും എന്താ? ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിന്റെ എക്സാമ്പിൾ ആണ്. സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ എക്സാമ്പിൾ ആരാണ്? വിൻഡോസ് OS. അടുത്ത, വാട്ട് ഈസ് ദ മെയിൻ ഫംഗ്ഷൻ ഓഫ് എൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ മെയിൻ ഫംഗ്ഷൻ എന്താണെന്നാ ചോദിച്ചിരിക്കുന്നത്. എന്താണ്? മാനേജിങ് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ റിസോഴ്സസ്. സോഫ്റ്റ്വെയർ റിസോഴ്സസ് എന്തോരം ഉണ്ട്? ഇപ്പൊ നമ്മൾ ഓരോ പ്രോഗ്രാം ഒക്കെ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഓരോ പ്രോഗ്രാമിനും ചിലപ്പോൾ ഓരോരോ റിസോഴ്സസ് ഒക്കെ ആയിരിക്കും ആവശ്യമായിട്ട് വരുന്നത്. അപ്പൊ അതൊക്കെ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നതും ഹാർഡ്വെയറിനെ മാനേജ് ചെയ്യുന്നതും ഒക്കെ ആരായിരിക്കും? നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരിക്കും. പിന്നെ അടുത്തത്, വിച്ച് സോഫ്റ്റ്വെയർ ഈസ് മെഷീൻ ഡിപ്പെൻഡന്റ്. മെഷീനിൽ ഡിപ്പെൻഡ് ചെയ്തേക്കുന്നത് ആരാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ആരാണ്? നമ്മുടെ സിസ്റ്റം സോഫ്റ്റ്വെയർ അല്ലെ. നമ്മൾ പറഞ്ഞത് നമ്മുടെ ഹാർഡ്വെയറുമായിട്ട് ഏറ്റവും കൂടുതൽ മാനേജ് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ സിസ്റ്റം സോഫ്റ്റ്വെയർ. സോ അതെന്താണ്? മെഷീൻ ഡിപ്പെൻഡന്റ് ആണ്. നമ്മുടെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ മെഷീൻ ഡിപ്പെൻഡന്റ് അല്ല. അടുത്ത, which of the following is not an application software. സോ ഇതിനകത്ത് ഏതാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ അല്ലാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതാരാണ്? ലിനക്സ് അല്ലേ. ലിനക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ എക്സാമ്പിൾ ആണ്. അടുത്ത, വിച്ച് സോഫ്റ്റ്വെയർ ഈസ് എസെൻഷ്യൽ ഫോർ റണ്ണിങ് എ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടർ റൺ ചെയ്യാൻ വേണ്ടി ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള ആരാണ്?
വെബ് ബ്രൗസറും ആന്റിവൈറസും മീഡിയ പ്ലെയർ ഒന്നും ഇല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടർ വർക്കാവും. പക്ഷെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇല്ലാതെ റൺ ആവുമോ? ഇല്ല. സോ ഇതിന്റെ ആൻസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. ഓക്കെ, ഇനി നമുക്ക് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിലേക്ക് പോവാം. സോ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിനെ പറ്റി പറയുമ്പോൾ എന്താ, ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ എന്താ, ഭാഷ. സോ രണ്ട് ടൈപ്സ് ആണ് ഉള്ളത്, ലോ ലെവൽ ലാംഗ്വേജസും ഹൈ ലെവൽ ലാംഗ്വേജസും. രണ്ട് ടൈപ്പ് ഓഫ് ലാംഗ്വേജസ്. സോ ലോ ലെവൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് മെഷീൻ ലാംഗ്വേജ്, പിന്നെ ഒന്ന് അസംബ്ലി ലാംഗ്വേജ്. നമുക്കറിയാം മെഷീൻ ലാംഗ്വേജ് നമ്മുടെ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ഭാഷ എന്ന് പറയുന്നത് ബൈനറി കോഡാണ്. അത് സീറോസും വണ്ണും ആണ്. സോ സീറോസും വൺസിന്റെ ഒരു കോമ്പിനേഷൻ ഉണ്ട്. ആ കോമ്പിനേഷൻ, ആ ഒരു ഭാഷ മാത്രമേ ആർക്ക് മനസ്സിലാവത്തുള്ളൂ, നമ്മുടെ കമ്പ്യൂട്ടറിന് മനസ്സിലാവത്തുള്ളൂ. സോ അതിനെയാണ് നമ്മൾ മെഷീൻ ലാംഗ്വേജ് എന്ന് പറയുന്നത്. സോ ആരെ ഡയറക്ട്ലി എക്സിക്യൂട്ട് ചെയ്യുന്നത് നമ്മുടെ CPU ആണ്. സോ പിന്നെ രണ്ടാമതുള്ളത് നമ്മുടെ അസംബ്ലി ലാംഗ്വേജ് ആണ്. അസംബ്ലി ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഷീൻ ലാംഗ്വേജ് അല്ല, പക്ഷെ എന്നാൽ ഹൈ ലെവൽ ലാംഗ്വേജും അല്ല. അതൊരു ന്യൂമോണിക്സ് ആയിട്ട് അത് യൂസ് ചെയ്യുന്നത്. ഇവിടെ ബൈനറി കോഡായ സീറോസും വൺസും അല്ല. ഇപ്പൊ കണ്ടോ, ആഡ്, മൂവ്, ഇങ്ങനെ ഓരോന്നൊക്കെ ആയിട്ടുള്ള ന്യൂമോണിക്സ് ആയിട്ട് അത് യൂസ് ചെയ്യുന്നത്. നമ്മുടെ അസംബ്ലർ ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ അസംബ്ലി ലാംഗ്വേജിനെ എങ്ങനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യും, മെഷീൻ കോഡായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുമായിരിക്കും ചെയ്യുന്നത്. സോ ഇത് രണ്ടുമാണ് ലോ ലെവൽ ലാംഗ്വേജസ്. ഇത് രണ്ടും നമുക്ക് വായിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവുന്ന ലാംഗ്വേജസ് അല്ല. സോ അത് നമ്മൾ എന്താന്ന് പറയും, ലോ ലെവൽ ലാംഗ്വേജസ് എന്ന് പറയും. ഇനി അടുത്തതെന്ന് പറയുന്നത് ഹൈ ലെവൽ ലാംഗ്വേജസ്. ഹൈ ലെവൽ ലാംഗ്വേജസ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം വായിച്ചാൽ മനസ്സിലാവുന്ന ലാംഗ്വേജ്. അതായത് ഇംഗ്ലീഷ് ലൈക്ക് സിൻടാക്സിലേക്കും പോകുന്നത്. ഇപ്പൊ നമ്മുടെ സി, ജാവ, പൈത്തൺ ഇതൊക്കെ ഒരു ഇംഗ്ലീഷ് ഫോർമാറ്റ് രീതിയിൽ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ കോഡ് എഴുതി പോകുന്നത്. സോ നമുക്ക് ആ ഒരു കോഡ് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും ഇത് എന്താ ചെയ്യുന്നത്, എങ്ങനെയാ പോകുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാവും. അപ്പൊ നമ്മൾ ആ എഴുതിയേക്കുന്ന ലാംഗ്വേജ് നമുക്ക് മനസ്സിലാവും. പക്ഷെ അത് കമ്പ്യൂട്ടറിന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, മെഷീൻ ലാംഗ്വേജ് ആക്കി മാറ്റാം. കമ്പ്യൂട്ടറിന് സീറോസും വൺസിന്റെ ലാംഗ്വേജ് മാത്രമേ എന്താവത്തുള്ളൂ, മനസ്സിലാവത്തുള്ളൂ. സോ അതിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം, കമ്പൈലർ അല്ലെങ്കിൽ ഇന്റർപ്രറ്ററിന്റെ ആവശ്യം നമുക്കുണ്ട്. അത് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഈ ഇംഗ്ലീഷ് ലൈക്ക് ലാംഗ്വേജ് ആയ സീനെയും ജാവയെയും ഒക്കെ കൺവേർട്ട് ചെയ്ത് മെഷീൻ ലാംഗ്വേജ് ആക്കി മാറ്റും. ഇതാണ് നമ്മുടെ രണ്ട് ടൈപ്സ് ഓഫ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഒന്ന് ലോ ലെവൽ ലാംഗ്വേജ്, ഒന്ന് ഹൈ ലെവൽ ലാംഗ്വേജ്. ലോ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി നമുക്ക് മനസ്സിലാവില്ല. അത് ഒന്ന് മെഷീൻ ലാംഗ്വേജ്, പിന്നെ ഒന്ന് അസംബ്ലി ലാംഗ്വേജ്. രണ്ടും നമുക്ക് അത്രയും മനസ്സിലാവുന്നതല്ല. ആൻഡ് ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇംഗ്ലീഷ് ലൈക്ക് ആയിട്ടുള്ള നമ്മൾ സാധാ യൂസ് ചെയ്യുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിനെയാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, സോ അതിന്റെ ബേസിസ് ചെയ്തിട്ടുള്ള ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്. ഇൻഡെപ്ത് ആയിട്ട് ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കത്തില്ല, ജസ്റ്റ് ബേസിക് ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഒരു ബേസിക് ലെവലിൽ തന്നെ പോയാൽ മതി. ഇന്റർമീഡിയറ്റ് ലെവൽ പോലും അങ്ങനെ അധികം കട്ടിയായിട്ട് ചോദിക്കില്ല. ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ലാംഗ്വേജ് ഈസ് ഡയറക്ട്ലി അണ്ടർസ്റ്റുഡ് ബൈ ദ CPU? CPU-ന് നമ്മുടെ ഏറ്റവും കൂടുതൽ മനസ്സിലാവുന്ന ലാംഗ്വേജ് ഏതാണ്? നമ്മുടെ മെഷീൻ ലാംഗ്വേജ് ആണ് അല്ലേ. അടുത്ത്, വാട്ട് ഇസ് ആഡ് റെപ്രസെന്റിംഗ് അസംബ്ലി ലാംഗ്വേജ്? അസംബ്ലി ലാംഗ്വേജിന് ആഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ, അതൊരു ന്യൂമോണിക്സ് ആണ്. പറഞ്ഞല്ലോ, അസംബ്ലി ലാംഗ്വേജിൽ ഈ ആഡ്, മൂവ് അതിനെ എല്ലാത്തിനെയും നമ്മൾ ന്യൂമോണിക്സ് എന്നാണ് വിളിക്കുന്നത്, അല്ലാതെ കീവേഡ് ഒന്നും വിചാരിക്കല്ലേ. എങ്കിൽ നമ്മൾ അസംബ്ലി ലാംഗ്വേജിൽ ഇങ്ങനത്തെ കമ്പോണൻസ് നമ്മൾ വിളിക്കുന്ന പേരാണ് ന്യൂമോണിക്. അടുത്തത്, വിച്ച് ലാംഗ്വേജ് ഈസ് പോർട്ടബിൾ അക്രോസ് ഡിഫറെന്റ് സിസ്റ്റംസ്? അതായത് ഏതോ ഒരു ലാംഗ്വേജിനകത്ത് പല പല സിസ്റ്റത്തിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പോർട്ട് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഹൈ ലെവൽ ലാംഗ്വേജ് ആണ്. ഇപ്പൊ നമ്മുടെ സിയിൽ ഇപ്പൊ നമ്മളൊരു കോഡ് എഴുതിയിട്ടുണ്ട് എങ്കിൽ നമുക്ക് പല പല സിസ്റ്റത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റൺ ചെയ്യാം. നമ്മുടെ ഹൈ ലെവൽ ലാംഗ്വേജസ് ആയിരിക്കും നമുക്ക് അങ്ങനെ മാറ്റി മാറ്റി കൊടുക്കാനായിട്ട് പറ്റുന്നത്. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ലോ ലെവൽ ലാംഗ്വേജ്? ഇതിൽ ലോ ലെവൽ ലാംഗ്വേജ് ഏതാണ് ചോദിച്ചിരിക്കുന്നത്? ആരാണ്? നമ്മുടെ അസംബ്ലി ലാംഗ്വേജ് അല്ലെ. സിയും ജാവയും പൈത്തനും ആരാണ്? ഹൈ ലെവൽ ലാംഗ്വേജ് ആണ്. അടുത്ത, വിച്ച് ലാംഗ്വേജ് റിക്വയർസ് ആൻ ഇന്റർപ്രറ്റർ? ഇതിനകത്ത് ഏത് ലാംഗ്വേജിലാണ് ഒരു ഇന്റർപ്രറ്റർ ആവശ്യം ചോദിച്ചിരിക്കുന്നത്? ആർക്കാണ്? നമ്മുടെ പൈത്തണിനാണ് ആവശ്യം അല്ലേ. പൈത്തണിന് നമുക്ക് എന്ത് ചെയ്യണം, ഒരു പൈത്തണും സി രണ്ടു പേർക്കും ആവശ്യമുണ്ട് കേട്ടോ. നമുക്ക് എന്ത് ചെയ്യണം, യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഒരു ലാംഗ്വേജിന് വേറെ ലാംഗ്വേജ് നമ്മുടെ മെഷീൻ കോഡായിട്ട് കൺവേർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, ഓക്കെ. അടുത്ത നമ്മൾ ഇനി പറയാൻ പോകുന്നത് സിസ്റ്റം ട്രാൻസ്ലേറ്റേഴ്സിനെ പറ്റിയാണ്. അപ്പൊ ട്രാൻസ്ലേറ്റർ എന്താണെന്ന് നമുക്കറിയാലേ. ട്രാൻസ്ലേറ്റർ എന്താ ചെയ്യുക, ഒരു ഭാഷയെ വേറൊരു ഭാഷയിലേക്ക് കൺവേർട്ട് ചെയ്യല്. ഇപ്പൊ ഹിന്ദി സംസാരിക്കുന്ന ഒരാളുണ്ട്, എനിക്ക് എന്താ അറിയാവുന്നത്, മലയാളം മാത്രമേ അറിയത്തുള്ളൂ അല്ലെ. അപ്പൊ എന്ത് ചെയ്യും, ഹിന്ദി മലയാളവും അറിയാവുന്ന ഒരാൾ നടുക്ക് നിൽക്കും അല്ലെ. ഈ ഹിന്ദി പറയുന്ന ആൾ എന്താണോ പറയുന്നത് അയാൾ എനിക്കത് എന്ത് ചെയ്യും, മലയാളത്തിൽ പറഞ്ഞു തരും. അതല്ലേ മെയിൻലി ട്രാൻസ്ലേറ്റർ ചെയ്യുക. അത് തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. സോ നമുക്ക് 3 ടൈപ്പ് ഓഫ് ട്രാൻസ്ലേറ്റേഴ്സ് ഉണ്ട്, കമ്പൈലർ, ഇന്റർപ്രറ്റർ ആൻഡ് അസംബ്ലർ. അങ്ങനെ 3 ടൈപ്സ് ഓഫ് ട്രാൻസ്ലേറ്റേഴ്സ് ആണ് നമുക്കുള്ളത്. ഇപ്പൊ കമ്പൈലർ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എൻറ്റയർ പ്രോഗ്രാമിനെ ഒറ്റയടിക്ക് എടുത്തിട്ട് അത് എന്ത് ചെയ്യും, മെഷീൻ കോഡായിട്ട് അത് എന്ത് ചെയ്യും, കൺവേർട്ട് ചെയ്യും. അത് ഒറ്റ സ്റ്റെപ്പിൽ തന്നെ ഫുൾ പ്രോഗ്രാമിനെ ഒറ്റ സെക്കൻഡ് തന്നെ ഫുൾ എടുത്തിട്ട് അതുപോലെ എന്താക്കി മാറ്റും, മെഷീൻ കോഡാക്കി മാറ്റും. സോ അതെന്താ ചെയ്യുന്നത്, നമ്മുടെ ഭാഷയിൽ നമ്മുടെ ഹൈ ലെവൽ ലാംഗ്വേജ് സിയിലോ ജാവയിലോ ഒരു പ്രോഗ്രാം എഴുതി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടർ അത് മനസ്സിലാവത്തില്ല. നമ്മൾ അതിൽ എന്ത് ചെയ്യണം, ട്രാൻസ്ലേറ്റ് കൊടുക്കുക. അപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന ട്രാൻസ്ലേറ്റർ ആണ് കമ്പൈലർ, ഇന്റർപ്രറ്റർ, അസംബ്ലർ പോലത്തെ
ട്രാൻസ്ലേറ്റേഴ്സ് നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അവരെന്ത് ചെയ്തോളും, നമ്മൾ എഴുതി വെച്ചേക്കുന്ന പ്രോഗ്രാമിനെ നമ്മുടെ മെഷീന് മനസ്സിലാവുന്ന മെഷീൻ കോഡായിട്ട് കൺവേർട്ട് ചെയ്ത് കൊടുത്തു. ആൻഡ് കമ്പൈലർ എന്ന് പറഞ്ഞാൽ ഫാസ്റ്റർ എക്സിക്യൂഷൻ അല്ലെ, കാരണം ഒറ്റയടിക്ക് ഫുൾ കോഡ് എടുത്തിട്ടാണ് ആൾ എന്ത് ചെയ്യുന്നത്, കൺവേർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് അത് ഭയങ്കര ഫാസ്റ്റർ ആയിരിക്കും. സോ കമ്പൈലറിന്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ് സിയില് GCC, ജാവയില് ജാവാസി എന്നൊക്കെ പറയുന്നതാണ് നമ്മുടെ കമ്പൈലേഴ്സ്. അടുത്ത ഇന്റർപ്രറ്റർ എന്ന് പറയുന്നത് ഇത് തന്നെ ചെയ്യും, പക്ഷെ ആൾ എന്താ ചെയ്യും, ലൈൻ ബൈ ലൈൻ ആയിട്ട് കോഡിനെ എക്സിക്യൂട്ട് ചെയ്യത്തുള്ളൂ. അതായത് നമ്മുടെ കോഡിന്റെ ഫസ്റ്റ് ലൈൻ എടുക്കും, അതിനെ എന്ത് ചെയ്യും, കൺവേർട്ട് ചെയ്യും. എന്നിട്ട് പോയി അടുത്ത ലൈൻ എടുക്കും, അതിനെ പോയി എന്ത് ചെയ്യും, മെഷീൻ കോഡായിട്ട് കൺവേർട്ട് ചെയ്യും. സോ ലൈൻ ബൈ ലൈൻ എക്സിക്യൂഷൻ ആയിരിക്കും ആര് ചെയ്യുന്നത്, നമ്മുടെ ഇന്റർപ്രറ്റർ ചെയ്യുന്നത്. അതുകൊണ്ട് എന്തായിരിക്കും, ഡീബഗിങ് ഭയങ്കര സ്ലോ ആയിട്ടായിരിക്കും നടക്കുന്നത്. ഡീബഗ് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും, കാരണം ഓരോ ലൈനും കൺവേർട്ട് ചെയ്ത് ഓരോ ലൈനും ചെക്ക് ചെയ്ത് പോകുന്നതുകൊണ്ട് ഡീബഗിങ് ഭയങ്കര എളുപ്പമായിരിക്കും. പക്ഷെ ഒരുപാട് സമയം എടുക്കും, ഫുള്ള് പ്രോഗ്രാമും കൺവേർട്ടായി കിട്ടാൻ വേണ്ടി ഒരുപാട് സമയം എടുക്കും. അതുകൊണ്ട് ഇത് കുറച്ചുകൂടെ സ്ലോയർ ആണ്. സോ അതിന് ഇന്റർപ്രിറ്ററിന്റെ എക്സാമ്പിൾ ആണ് പൈത്തൺ, ജാവാസ്ക്രിപ്റ്റ് എന്നൊക്കെ പറയുന്നത് എന്താണ്, നമ്മുടെ ഇന്റർപ്രിറ്ററിന് എക്സാമ്പിൾ ആണ്. അടുത്തെന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ അസംബ്ലർ ആണ് അല്ലെ. സോ അസംബ്ലർ എന്ന് പറയുന്നത് എന്താണ്, ഞാൻ പറഞ്ഞു അസംബ്ലി കോഡിനെ മെഷീൻ കോഡാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അസംബ്ലർ യൂസ് ചെയ്യുന്നത്. നമ്മുടെ സി, ജാവ അതുപോലത്തെ ലാംഗ്വേജസ് ഒന്നും അല്ല ആള് കൺവേർട്ട് ചെയ്യുക. അസംബ്ലി ലാംഗ്വേജിൽ നമ്മൾ എഴുതുന്ന അസംബ്ലി കോഡ് ഉണ്ട്, നമ്മൾ ന്യൂമോണിക്സ് വെച്ചിട്ട് നമ്മൾ എഴുതുന്ന അസംബ്ലി ലാംഗ്വേജിൽ എഴുതുന്ന കോഡ്സിനെ എന്താക്കി മാറ്റി, മെഷീൻ കോഡാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അസംബ്ലർ യൂസ് ചെയ്യുന്നത്. അതിന്റെ എക്സാമ്പിൾ ആണ് മൈക്രോസോഫ്റ്റ് മാക്രോ അസംബ്ലർ. സോ ഇതാണ് അതിന്റെ ഡിഫറൻസസ് എന്ന് പറയുന്നത് കമ്പൈലറും ഇന്റർപ്രിറ്ററും തമ്മിലുള്ളത്. കമ്പൈലർ എന്ന് പറഞ്ഞാൽ എൻറ്റയർ പ്രോഗ്രാമിനെ ഒറ്റ സമയത്ത് എടുത്തിട്ട് കൺവേർട്ട് ചെയ്യും, ഇന്റർപ്രിറ്റർ ലൈൻ ബൈ ലൈനേ എടുക്കത്തുള്ളൂ. ആൻഡ് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഇന്റർമീഡിയറ്റ് ഒബ്ജക്ട് കോഡ് നമ്മുടെ കമ്പൈലർ എന്ത് ചെയ്യുന്നുണ്ട്, ജനറേറ്റ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഇത് നമ്മുടെ പ്രോഗ്രാമിനെ എടുക്കും, ആ പ്രോഗ്രാമിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യും, ഒരു ഒബ്ജക്ട് കോഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. എന്നിട്ട് ആ ഒബ്ജക്ട് കോഡിനെ ആയിരിക്കും പിന്നെ നമ്മുടെ മെഷീൻ കോഡ്, അതായത് സീറോസും വൺസും ഉള്ള ബൈനറി കോഡായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. സോ ഒരു ഇന്റർമീഡിയറ്റ് സ്റ്റെപ്പ് ഉണ്ടായിരിക്കും. പക്ഷെ നമ്മുടെ ഇന്റർപ്രിറ്ററിന് അങ്ങനെ ഇന്റർമീഡിയറ്റ് സ്റ്റെപ്പ് ഒന്നുമില്ല, ഡയറക്റ്റ്ലി എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ എഴുതി വെച്ചിരിക്കുന്ന പ്രോഗ്രാമിന്റെ മെഷീൻ കോഡാക്കി മാറ്റുമായിരിക്കും ചെയ്യുന്നത്. സോ ഇവിടെ കമ്പൈലർ എന്ന് പറഞ്ഞാൽ കമ്പൈലേഷൻ ഈസ് ഡൺ ബിഫോർ എക്സിക്യൂഷൻ. എക്സിക്യൂഷന് മുമ്പായിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, കമ്പൈലേഷൻ ചെയ്യുന്നത്. ഇവിടെ കമ്പൈലേഷനും എക്സിക്യൂഷനും സൈമൾട്ടേനിയസ്ലി ആയിരിക്കും നടക്കുക. കമ്പൈലർ ഫാസ്റ്റും ഇന്റർപ്രിറ്റർ സ്ലോയും ആയിരിക്കും. കമ്പൈൽ ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ എറേഴ്സ് ഉണ്ടോ അതെല്ലാം നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു സെക്കൻഡ് തന്നെ കമ്പൈൽ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മളെ മുഴുവൻ എറേഴ്സും കാണിക്കും. പക്ഷെ നമുക്ക് ഇന്റർപ്രിറ്റർ എന്താ ചെയ്യുക, ഓരോ ലൈനിലെ എറർ ഓരോന്നായിട്ടായിരിക്കും കാണിക്കുന്നത്. കമ്പൈലറിന്റെ എറർ ഡിറ്റക്ഷൻ എന്ന് പറയുന്നത് കുറച്ച് പാടും, ഇന്റർപ്രിറ്ററിന്റെ എറർ കണ്ടുപിടിക്കുക എന്നുള്ളത് ഭയങ്കര എളുപ്പമായിരിക്കും. പിന്നെ ഇത് രണ്ടിന്റെ എക്സാമ്പിൾസും ഞാൻ കൊടുത്തിട്ടുണ്ട്. സോ ഇതാണ് കമ്പൈലറും ഇന്റർപ്രിറ്ററും, നമ്മുടെ രണ്ട് ട്രാൻസ്ലേറ്റേഴ്സ് എന്ന് പറയുന്നത്. സോ നമുക്ക് അതിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. സോ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് which translator converts high level code to machine code. ഹൈ ലെവൽ കോഡിനെ മെഷീൻ കോഡായിട്ട് ഒറ്റയടിക്ക് മാറ്റുന്ന ആരാണ്, നമ്മുടെ കമ്പൈലർ ആണ് അല്ലെ. സോ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. അടുത്ത് which shows errors line by line. ലൈൻ ബൈ ലൈൻ ആയിട്ട് എറർ കാണിക്കുന്നത് ആരാണ്, നമ്മുടെ ഇന്റർപ്രിറ്റർ ആണ് അല്ലെ. ഇനി GCC is an example of ആരുടെ എക്സാമ്പിൾ ആണ് നമ്മൾ പറഞ്ഞത്, കമ്പൈലറിന്റെ എക്സാമ്പിൾ ആണ് ആരെന്ന് പറയുന്നത്, GCC എന്ന് പറയും. അടുത്ത് which is fast in execution after translation. ട്രാൻസ്ലേഷന് ശേഷം ഏറ്റവും കൂടുതൽ ഫാസ്റ്റർ ആയിട്ട് നടക്കുന്ന ആരാണ്, നമ്മുടെ കമ്പൈൽഡ് കോഡായിരിക്കും എപ്പോഴും ഫാസ്റ്റ് ആയിട്ട് എക്സിക്യൂഷൻ എപ്പോഴും നടത്തും. നമ്മുടെ ഇന്റർപ്രിറ്ററിനെക്കാളും ഫാസ്റ്റ് ആയിട്ട് ട്രാൻസ്ലേഷൻ നടത്തും നമ്മുടെ കമ്പൈൽഡ് കോഡായിരിക്കും. അടുത്ത വിച്ച് ട്രാൻസ്ലേറ്റർ കൺവേർട്സ് അസംബ്ലി കോഡ് ടു മെഷീൻ കോഡ്. അസംബ്ലി കോഡിനെ മെഷീൻ കോഡായിട്ട് കൺവേർട്ട് ചെയ്യുന്നത് ആരാണ്, നമ്മുടെ അസംബ്ലർ ആണ് അല്ലെ. നമ്മൾ അതിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു.